നിന്റെ നാടകം കണ്ട് കൂവിയാ നീ ആളുകളെ തല്ലു? ഇപ്പൊ ഞാൻ വന്ന് കൂവുകയാണെന്നിരിക്കട്ടെ, നീ തല്ലു? ഇല്ലേ മോനെ. നീ കത്തിയും വീശി കുത്താൻ ചെന്നാ വക്കീൽ ഇവിടെ പരാതി തന്നിരിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് പഠിച്ചതും ഒന്നിച്ച് കളിച്ചു നടന്നതും. അതെ, ഒന്നിച്ച് കളിച്ചു നടന്നതും ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ഞാനിന്ന് സ്ഥലം ഇൻസ്പെക്ടർ ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. മറന്നിട്ടില്ലേ മോനെ? ഒന്നും. 4 കുറയ്ക്കാം. 14.25 രൂപ. 15 രൂപ. 15 രൂപ. 15 രൂപ. 15 രൂപ. ഇതെന്നാടാവേ പഠിത്തം നിർത്തി കന്നാലി കച്ചവടം തുടങ്ങിയോ? ഫീസ് അടക്കാൻ കാശിലിടാവേ. അപ്പൊ നിന്റെ അച്ഛൻ ഏടങ്ങത്ത് ചെട്ടിന്ന് പിരിക്കുന്നതൊക്കെ എവിടെ കൊണ്ട് കൊടുക്കുക? ഇനി പരീക്ഷ എഴുതണ്ട, പാസ്സാവുകയെന്ന് അച്ഛൻ പറയുന്നത്. അത് തരാ. ഇതിനൊന്നും കൊടുക്കുന്നില്ലയോ? പിന്നെ ഒരുപാട് കൊടുക്കുന്നുണ്ട്. എന്താ ഇതിന്റെ പേര്? പേരിട്ടിട്ടില്ല. പേര് വിളിച്ച് അടുത്ത് വന്നാ വല്ലതും തിന്നാൻ കൊടുക്കണ്ടേ? അയ്യോ അയ്യോ, കരി കരി. എന്ത് കരി? അയ്യോ, ഇത് നമ്മുടെ നാരായണ ചേച്ചിയുടെ ആടല്ലേ ചിന്നു. കരിയടിച്ച് നാണമില്ലല്ലോടാ. ആ പാവം നാരായണ ചേച്ചിയുടെ ആടിനെ അടിച്ചു മാറ്റി കരി അടിച്ച് ചന്തയെ കൊണ്ടു വെക്കാം. അയ്യേ അയ്യേ നീ പൊക്കോ, എനിക്ക് പലതും ഓർമ്മ വരുന്നു. 2 പൊട്ടിക്കുന്നില്ലേ മോനെ? ഇപ്പോഴില്ല, മേലിത് ആവർത്തിച്ചാ നീയാണെങ്കിൽ പോലും എനിക്ക് പൊട്ടിക്കേണ്ടി വന്നേക്കും. ശൗരി, ഏമാനം ഉറങ്ങാണ്. എന്താ ഇത്ര പെട്ടെന്ന് ഉറങ്ങാൻ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു അങ്ങ് ഉറങ്ങിപ്പോയി. ആരാടാ ജവഹർ? ഉണന്നു. സ്വാതന്ത്ര്യം മുണ്ടു കൊടുത്ത് ജുബ്ബായി വിട്ട് ടോർച്ചുമായിട്ട് വന്നിരിക്കുക. ഇനിയെങ്കിലും ഒന്ന് എഴുന്നേറ്റിരുന്നു കൂടെ ജ്യേഷ്ഠ? ഏമാൻ വന്നത് നിന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെനിക്കറിയാം. അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടടാ. അത്രേ നീ ചെയ്യുന്നുള്ളൂ. എടാ, നീ ഇൻസ്പെക്ടറായി വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? തൊപ്പിയും മച്ചന്റെ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 4 ആള് കൂടുന്നിടത്ത് ഇറങ്ങിയെന്ന് പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ നിന്നെ കൊണ്ട് വല്ലതിനും കൊള്ളാവോ? നീ ഒന്ന് മനസ്സിലാക്കണം, ഇത് എന്റെ നാട്, എല്ലാരും വേണ്ടപ്പെട്ടവര്. ഏത് വകയിലാണ് ആ ചെറിയ പുറമ്പോക്കി കിടക്കുന്നവർ നിന്റെ ബന്ധുക്കളാവുന്നേ? അവര് വക്കീലിന്റെ ആൾക്കാരാ, പണിക്ക് വന്നവരാ. പണിക്ക് വന്നവരല്ല, പണിയാൻ വന്നവരാണ്. നാട്ടുകാര് പിണങ്ങിയ പകരം പാടത്ത് പണിക്കിറക്കാനാ. ചെയ്യണ്ടെന്ന് പറഞ്ഞ ഞങ്ങൾക്കറിയാം. ചെയ്യും. നീ കാക്കിയിട്ടുണ്ട് നടന്നോ പൊട്ടിക്കും പറഞ്ഞു. പൊട്ടിക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഏറുപടക്കെങ്കിലും മേടിച്ച് പൊട്ടിക്കേമാനെ, ഇല്ലയോ? നാരായണ ചേട്ടത്തെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ ചായക്കടയൊക്കെ ഒന്ന് പുതുക്കി പണിയാൻ. ചായക്കട ഇരിക്കുന്ന പുറമ്പോക്ക് സ്ഥലം പഞ്ചായത്തിൽ നിന്ന് വലിച്ചു തരുന്നവർക്ക് വോട്ട് കൊടുക്കും. പഞ്ചായത്ത് ചായക്കടയിലോട്ടാക്കാൻ വല്ല വഴിയുണ്ടോന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തിനിങ്ങോട്ടാക്കുന്നത്? ഇപ്പൊ തന്നെ പഞ്ചായത്ത് ഒരു ചായക്കടയാണല്ലോ, അല്ലേ? കുറുപ്പിയേട്ടൻ ഇലക്ഷൻ ഒന്നൂടെ. ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാടാ ചിരിക്കുന്നേ? വെറുതെ വോട്ട് ചോദിച്ചു നടക്കണ്ടല്ലോ. എല്ലാരും ഇങ്ങോട്ട് തന്നെ വരികയല്ലേ? നാരായണ ചേട്ടത്തിന്റെ ചായടി നടക്കും, കുറുപ്പിയേട്ടന്റെ വോട്ട് പിടുത്തോ നടക്കും. ഈ രാജ്യത്ത് ഏറ്റവും സുഖമുള്ള ഏർപ്പാടാ തെരഞ്ഞെടുപ്പ്. ജയിച്ചാലും കസ്, തോറ്റാലും കസ്. ജവഹറെ, ഞാൻ കൂടി നിന്നാലോ? ഓ, നീ അങ്ങോട്ട് ഇറങ്ങിയില്ലേ? വെയിലിറക്കുമ്പോ കയറി അകത്തിരി. സ്ഥാനാർത്ഥിയെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ആരാത്? ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ജയിക്കും. ഉറപ്പാ. വക്കീൽ അദ്ദേഹം നിന്നാ ജയിക്കും, ഇല്ലേ ഞങ്ങൾ ജയിപ്പിക്കും. ഏതായാലും വക്കീൽ അദ്ദേഹം മെമ്പർ ആയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കും. അളിയനെ അങ്ങനെ നിർത്തോ ചാക്കോച്ച? എന്നാ വർത്താനായി പറയുന്നേ? 1000 പറ കളത്തട്ടിലിരുന്ന് നാട്ടുവർത്താനം പറയുന്ന പോലെ ആണോ പഞ്ചായത്ത്? വക്കീൽ അദ്ദേഹം നിൽക്കുന്നു, ജയിക്കുന്നു. എനിക്കൊരു കണക്കൂട്ടലുണ്ട്. പഞ്ചായത്തിന്റെ അനുവാദത്തോടെ 1000 പറയിൽ ഒരു കുരിശടി പണിയണം. അത് വേണോ ചാക്കോച്ച? വേണം. പണിക്കാര് കൂടുതൽ ക്രിസ്ത്യാനികളാ, അവരെ കയ്യിലെടുക്കണം. മതം പറഞ്ഞ് ചീട്ടിറക്കിയാലേ വെട്ടേണ്ട അടുത്ത് കൊള്ളൂ. നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ ഞാൻ എന്നാ പറയാനാ? സമ്മതിച്ചെന്ന് പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാരും പറഞ്ഞ നിലയ്ക്ക് ഞാൻ സമ്മതിക്കാം. പക്ഷേ എതിരും വഴക്കൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നറിയാമല്ലോ. ഏമാനെതിരായി ഏതവൻ വരാനാ?
ഏമാൻ നിന്നാൽ ഒരു പൂതരി എതിർക്കില്ല. അങ്ങനെയാണെ ഞാൻ നിൽക്കാം. കൈമളേമാൻ ജയിക്കട്ടെ. രണ്ടുപേരുടെ പേരുകളാണ് വന്നിട്ടുള്ളത്. അന്നമ്മൂട്ടുമേടയിൽ ശ്രീ പത്മനാഭ കേബലിന്റെ പേരും പുത്തം വീട്ടിലെ വക്കീൽ ശ്രീ ഗോവിന്ദ മേനോന്റെ പേരും. പത്മനാഭ കേബലിനെ അനുകൂലിക്കുന്നവർക്ക് കൈപൊക്കേട്ടെ. ആ, ഇനിയിപ്പോ വക്കീൽ മേനോൻ സാറിന്റെ പേര് പരിഗണിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കക്ഷി സ്ഥാനാർത്ഥിയായി അന്നമ്മൂട്ടുമേടയിൽ ശ്രീ പത്മനാഭ കേബലിനെ നിർത്തുന്നു. ചിഹ്നം നിറവറ. തോൽക്കുന്നോ ജയിക്കുന്നോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ സംഘം വളരണമെങ്കിൽ ശൗരി തന്നെ സ്ഥാനാർത്ഥിയായി നിൽക്കണം. എന്നെ കൊണ്ട് പറ്റുമല്ലോ. ശൗരി നിൽക്കണമെന്ന് ഞാൻ പറയുമ്പോൾ പാർട്ടി നേതൃത്വമാണ് ശൗരിയെ നിർത്തുന്നതെന്ന് മനസ്സിലാക്കുക. തെക്കൻ മേഖലയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കുടനെ അങ്ങോട്ട് പോകണം. പാർട്ടി ഓഫീസിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെടും. നെൽക്കെതിരായിരിക്കും നമ്മുടെ ചിഹ്നം. കുറെ പോസ്റ്ററുകളും അത്യാവശ്യം പണവും എത്തിക്കാനുള്ള ഏർപ്പാട് പാർട്ടി ഓഫീസിൽ നിന്ന് ഞാൻ ചെയ്യിച്ചോളാം. ആലോചിക്കാനൊന്നുമില്ല. ശൗരി നിൽക്കുന്നു. ഒരു ഒട്ടും ശൗരിക്ക് നമ്മുടെ വോട്ടുകൾ ശൗരിക്ക്. എങ്ങോട്ടാടാ? നിങ്ങളൊന്നും പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? കാലം നേരം ഇല്ലേ വഴക്കിടാൻ? എന്നാത്തിനാ ഇപ്പൊ ഇവിടെ വഴക്ക്? എന്നാപ്പാ അപ്പൊ എന്നാ പറ്റി? കൈമൾ അദ്ദേഹത്തിനെതിരായിട്ട് നീ നിൽക്കാൻ പോവാണോ? കൈമൾ അദ്ദേഹത്തിനെതിരായിട്ടല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് തെരഞ്ഞെടുപ്പിന് നിൽക്കണമെന്ന് തീരുമാനിച്ചു. സംഘത്തിൽ എല്ലാരും കൂടെ ചേർന്ന് എന്നെ പിടിച്ചാക്കി. എന്നാ പിടിച്ചാക്കിയവന്മാരുടെ തിണ്ണയിൽ പോയി കിടന്നുറങ്ങിയാ മതി. നിങ്ങൾക്ക് എന്നാത്തിന്റെ സൂക്കേടാ മനുഷ്യ? അകത്ത് പോടി, തൊഴിച്ചു നിന്നെ ഞാൻ. അമ്മച്ചി തൊഴിൽ വാങ്ങിക്കാതെ അകത്ത് പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. ഞങ്ങൾ ഇങ്ങനെ കുറച്ചേരം നിൽക്കാൻ പോവാ. നിന്നെ ഞാൻ ഈ മുറ്റത്ത് പോലും നിൽക്കാൻ അനുവദിക്കില്ലടാ, നന്ദി കെട്ടവനെ. ആ, എന്നാ ഞാനങ്ങ് പോയേക്കാം. പോയാട്ടെ. ആഹാ, അപ്പൊ ഞാൻ ശരിക്കും പോവാ. പോടാ, എന്നതാടാ നിന്ന് മൂപ്പിക്കുന്നേ? അപ്പനാ നടക്കണ്. ഓ, ഞാനതങ്ങ് സഹിച്ചു. ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും വരാനില്ല. അമ്മച്ചേ, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം. നീ എങ്ങോട്ടാടാ? ഞങ്ങള് അവിടെ ഒരു ആഫീസ് തുറന്നിട്ടുണ്ട്, വായനശാലയില്. അമ്മച്ചിക്ക് എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് വരാം. അപ്പനോടും കൂടാ. ഓ, പോടാ, ഇവനൊരു വലിയ ആഫീസർ. തൊഴിച്ച എല്ലാത്തിനെയും കയറി പൊടിയാത്ത്. വരാതെ എവിടെ പോകാനാ? ഞെട്ടറ്റ ചോട്ടില്ലേ? ഇല്ല മോളെ, ഞാൻ മാറിയേക്കാം. അതാ മാനം. അല്ലച്ച, അന്തസ്സായിട്ട് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നതാ മാനം. മാറുന്നത് മാനക്കേടാ. ശൗര്യോടൊക്കെ തോക്കുന്നത്. തോക്കൂന്ന് ആര് പറഞ്ഞു? അല്ല മോളെ, പുത്തൻ തലമുറയ്ക്ക് നമ്മളെ ഒന്നും അത്ര കാര്യമല്ല. അവരല്ലേ എണ്ണത്തിലധികം. അതൊന്നും സാരമില്ലച്ച. ധൈര്യമായിട്ട് നിൽക്കണം. ഞാനും ഇറങ്ങി പ്രവർത്തിക്കും. വീട് തോറും കയറി ഇറങ്ങി വോട്ട് ചോദിക്കും. അച്ഛൻ എന്തായാലും പിന്മാറരുത്.